SNDC എങ്ങനെ അഡ്മിഷന്റെ ആളുകളൊക്കെ വലിയ താല്പര്യപ്പെടുന്നുണ്ടോ? അതുണ്ടല്ലോ, പറഞ്ഞല്ലോ ഇപ്പോൾ ഇവിടെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കല്ലേ. പ്രവർത്തനം ശക്തമായി കൊണ്ടുപോകാനാണ്, അങ്ങനെ ആവട്ടെ. സമസ്തയുടെ ആശയങ്ങളൊക്കെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമായിരിക്കും അത്. അതങ്ങനെ തന്നെ. സമസ്ത സംവിധാനം ചെയ്യുമ്പോൾ സമസ്തൻ്റെ ആശയങ്ങൾ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടല്ലേ ഉണ്ടാവുള്ളൂ, എല്ലാത്തിനും ഉണ്ടാവില്ലല്ലോ. പിന്നെ ലോക്സഭ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. നമ്മുടെ പൊന്നാനിയിൽ അതൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം പറയാം. ഇടതുപക്ഷ സ്ഥാനാർത്ഥി അതൊന്നും എന്നോടല്ല, അതൊക്കെ എനിക്ക് രാഷ്ട്രീയമായിട്ട് ഒന്നും അറിയില്ല. അല്ല ഈ പൊന്നാനിയിൽ KS ഹംസയാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. സമസ്തയുടെ ഒരു പിന്തുണ എവിടെയാണ്, അല്ലെങ്കിൽ സമസ്തയുടെ സപ്പോർട്ട് അവിടെ സമസ്തന്റെ പിന്തുണ. സമസ്ത ഇവിടെ ഒരു സ്ഥാനാർത്ഥിനും ഇവിടെ സമസ്ത നിർത്തടിച്ചല്ലോ. അത് ഓരോ പാർട്ടികളും അവർക്ക് യോജിച്ച ആളുകൾ നിർത്തും. സമസ്തയിലുള്ള ആളുകൾക്ക്, സമസ്തക്ക് സ്വന്തമായിട്ട് അതിലൊരു അഭിപ്രായങ്ങളൊന്നുമില്ല. സമസ്തയിലുള്ള ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം. അവർക്ക് സ്വീകാര്യനായ സ്ഥാനാർത്ഥിയാണോ സമസ്തയ്ക്ക്? അതൊന്നും എനിക്കറിയില്ല, ഇപ്പം എന്നോട് ചോദിക്കേണ്ടതല്ലോ. അത് സമസ്ത സ്വീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിനല്ലല്ലോ ഇവർ നിർത്തല്. ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും അവരുദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികൾ അവർ നിർത്തും. അവർക്ക് വിജയസാധ്യതയുള്ള ആളുകൾ നിർത്തും, അത്രയല്ലേ. ഞാൻ എന്തായാലും പറയാം. അതൊക്കെ ഞാനല്ലല്ലോ അത് പറയാം. ലീഗിന് 3-ാം സീറ്റിനല്ല 4-ാം സീറ്റിനൊക്കെ മുരളീധരൻ പറഞ്ഞാൽ എനിക്ക് 5-6 സീറ്റിന് അർഹത ഉണ്ടല്ലോ. അല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ആദ്യം. അതിൻ്റെ പിന്നെ മണ്ഡലമല്ല അത്, അതുകൊണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറം അത് ലോക്സഭ പ്രഖ്യാപിക്കട്ടെ, എന്നിട്ട് നമുക്കൊരു നടത്താം കേട്ടോ. പിന്നെ പറഞ്ഞോളി, ഞാൻ പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, അത് അത് സമസ്തന്റെ പഴയ ഒരു നയമുണ്ട്. ആ നയം അനുസരിച്ച് ഞങ്ങൾ പോകും. അല്ല അത് പറയണത് എല്ലാവർക്കും അറിയില്ല, സുപരിചിതല്ലേ. അത് ഞങ്ങൾ ഒന്നിനും ദുർബലപ്പെടുത്താനല്ല SNDCന്റെ അയക്കുന്നത്. അത് ഞങ്ങളൊരു സംവിധാനമുണ്ട്, ആ സംവിധാനത്തിൽ കൂടി പോകുന്നുള്ളതാണ്. അല്ല, ഇത് ശക്തിപ്പെടുത്തും ഞങ്ങൾ. SNDC സ്ഥാപനങ്ങളൊക്കെ നമ്മളിലേക്ക് വരുന്നുണ്ടോ? വരാം, എല്ലാവർക്കും വരാം. സമസ്തന്റെ അതിപ്പോ വരുന്നതിനിപ്പോ ആർക്കും കുഴപ്പമില്ലല്ലോ. അല്ല, 3-ാം സീറ്റിന്റെ കാര്യം ചോദിക്കുന്നത് സമുദായ താല്പര്യം മുൻനിർത്തുന്ന പാർട്ടിയാണ്. അല്ല, അത് അവർക്ക് എത്രയും ചോദിക്കാലോ. ഇപ്പൊ ആർക്കും അത് ഞാനല്ലോ പറയേണ്ടത്. അത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആളുകൾ മുസ്ലിം ലീഗ് നേതാക്കന്മാർ അവരുടെ സീറ്റിനെ പറ്റി അവർ പറയും. അത് അവരെ UDF യോഗത്തിലും അവർ ഉന്നയിക്കും. അതിനൊരു നല്ല തീരുമാനം ഉണ്ടാവുമല്ലോ. ഈ നേതാക്കള് പൊതുവേദിയിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി ഈ ജാഗ്രത പാലിക്കേണ്ടത് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇതൊക്കെ തത്സമയം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഇവർ ഈ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് UDF-ൽ അത്തരം അബദ്ധ വാക്കുകൾ. അല്ല, അതൊന്നും എന്നോടല്ലോ പറയേണ്ടത്. ഞാൻ ചോദിക്കുന്ന അങ്ങും ഇപ്പം പൊതുവേദി ഞാൻ ജാഗ്രത പാലിക്കലുണ്ട്. എൻ്റെ അടുത്ത് അത് മറ്റുള്ളവരെ പറ്റി ഞാനെങ്ങനെ പറയാം. ഓക്കെ, കഴിഞ്ഞില്ലേ? ഇനിയൊന്നുമില്ലല്ലോ.